സൂപ്പർ ടേസ്റ്റിലൊരു മീൻകറി എങ്ങനെ ഉണ്ടാക്കുക നോക്കുക. അപ്പോൾ ഞാൻ നല്ല രുചിയും മണമൊക്കെ ഉള്ളൊരു മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ മൺചട്ടിയിലാണ് വെക്കണത്. അപ്പോൾ മൺചട്ടിയിൽ ഞാൻ തക്കാളി ഇടുന്നുണ്ട്. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിൽ പച്ചമുളകും ചേർക്കണം. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. കഴിഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാൻ ഇപ്പോൾ പച്ചമുളക് ഇട്ടിട്ടില്ല. നിങ്ങൾ കറി വയ്ക്കുമ്പോൾ 2 മുളക് അതിൽ നടുകെ മുറിച്ച് ഇടണം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഈ തക്കാളി വേവട്ടെ നന്നായിട്ട്. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കാശ്മീരി ചില്ലി പൗഡറാണത്. ഒരു കളറ് അത്യാവശ്യം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഈ തക്കാളി വെന്ത് ശരിയായിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ആ പുളി ഒന്ന് പിഴിയാം. അതിനോടൊപ്പം തന്നെ ഞാൻ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒഴിക്കാം. പുളി ഒഴിച്ചിട്ട് ആ പുളി തിളയ്ക്കുന്നതോട് കൂടെ നമുക്ക് മീൻ കഷ്ണങ്ങൾ, ഏത് മീൻ്റെ കഷ്ണമായാലും കുഴപ്പമില്ല, ഈ പുളിയിലേക്ക് ചേർക്കാം. ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് എരിവൊക്കെ നോക്കിയിട്ട് ഇടാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്താലും മതി. പാകത്തിന് പുളിയും ഉപ്പും എരിവും ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇതാണ് മീൻ കഷ്ണങ്ങൾ ഇടുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊരു 10 മിനിറ്റ് ഒന്ന് കഷ്ണങ്ങളൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി വെക്കാം. അരപ്പിൽ ഞാൻ വെറും നാളികേരം മാത്രമേ അരച്ചിട്ടുള്ളൂ. വേറെ ഒന്നും അതിൻ്റെ കൂടെ അരച്ചിട്ടില്ല. ഇനി നമുക്കിതിൽ അത്യാവശ്യം മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും മുളകൊക്കെ പാകമാണോ നോക്കിയിട്ട് നമുക്കിതിലേക്ക് അരപ്പൊഴിക്കാം. പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ, ഉള്ളി തക്കാളി എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി റെഡിയാക്കി വെക്കാവുന്നതേ ഉള്ളൂ. അരപ്പൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. പാകത്തിനുള്ള വെള്ളം, ഞാൻ ഇപ്പോൾ കൂടുതൽ വെള്ളമൊന്നും വെച്ചിട്ടില്ല. കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 കറിവേപ്പിൻ്റെ ഇല ഇടാം. അപ്പോൾ ഇതിലെ എരിവും മുളകൊക്കെ എനിക്ക് പാകമാണ്. നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യത്തിന് ചേർക്കാവുന്നതാണ്. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കിയിടാം. മൺകലാവുകൊണ്ട് ഒന്നും കൂടെ ഇരുന്ന് തിളച്ച് ഒന്ന് വറ്റി വരും. അപ്പോഴേക്കും നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഉലുവയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ പറ്റിയത്. വറുത്തിടുമ്പോൾ ഉലുവ ഇടുക, ഉണക്കമുളക്, ഉള്ളി, കറിവേപ്പിൻ്റെ ഇല ഇതിട്ടിട്ട് കടുക് ഇടുന്നില്ല. ഉലുവയുടെ ടേസ്റ്റ്, ഉലുവ അത്യാവശ്യം മൂത്ത് വരും. അപ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. ആ മണമാണ് ഇതിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുക ഈ മീൻ കറിയിൽ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് കറി വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത്. ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ മീൻ കറി വെച്ച് കൊടുക്കും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി മീൻ കറി ഇല്ലയെന്നാണ് ചോദിക്കുക അവർ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കറി വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ഒന്ന് കറി വെച്ച് നോക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ വറവ് ഇതിലേക്ക്, ഈ മീൻ കറിയിലേക്ക് ഒഴിക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മൾ ഒരുപാട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കുത്തി ചതച്ചൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റും. നല്ല രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നാളികേരം അരച്ച കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മീൻ കറി നല്ല ഇഷ്ടപ്പെടും. അതുപോലെ ഉലുവ ഇട്ടിട്ട് വറുത്തിടാൻ മറക്കും ചെയ്യരുത്. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇതിൻ്റെ ആ മണം പുറത്ത് പോകുന്നതിന് മുന്നേ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും ആ ഉലുവയുടെ മണം കയ്യിലിങ്ങനെ ആ കറിയിൽ പിടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മീൻ കറി ഉണ്ടാക്കി നോക്കണം. ഏത് മീനായാലും നമുക്കിങ്ങനെ കറി വയ്ക്കാം. ഇതിൽ ആ ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.